ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമസ്സലാം ആ ഭവനത്തിന്റെ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിയ സന്ദർഭം അത് നിങ്ങൾ ഓർക്കണം എന്നാണ്. എന്നിട്ട് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്ത്? ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ ഈ കഅബയെ വീണ്ടും അതിന്റെ തൽസ്ഥാനത്ത് തന്നെ അതിനെ കെട്ടിപ്പടുക്കുക എന്നത്, ആ പ്രവൃത്തി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. തീർച്ചയായിട്ടും നീ ആരാണ്? എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നത്. അല്ലാഹു അക്ബർ കബീറ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഈ പരിശുദ്ധമായ മക്ക എന്നത് ഒരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല, ആ രാജ്യത്തിന്റെ പ്രത്യേകത വിശാലമാണ്. ആ രാജ്യത്തിന്, മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന് ബക്ക, ബലദുൻ അമീൻ, ഉമ്മുൽ ഖുറ എന്നൊക്കെ വിവിധ പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും. നിരവധി പേരുകൾ, എല്ലാം ആയത്തിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മക്ക വിശാലമാണ്. മക്കയുടെ ശ്രേഷ്ഠതകൾ അതിവിശാലമാണ്. മക്കയുടെ പവിത്രത എത്ര പറഞ്ഞാലും തീരാത്തത്. നോക്കൂ, അതിൽ ഒന്നാമതായി ആദ്യമായി മക്കയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്ക മുഴുവനും ഹറമാണ്. മക്ക ഹറമാണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മക്കയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, മക്കയിൽ പോയി വരുന്നവരുണ്ട്, എന്നല്ല മക്ക എന്ന് പറയുന്നത് മുഴുവനും ഹറമാണ്. ഞാൻ പറയില്ല, അല്ലാഹു പറയാണ്. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തുൻ നംൽ 91-ാമത്തെ ആയത്ത് എന്താ അല്ലാഹു പറഞ്ഞറിയോ? ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ رب هذه البلدة التي حرمها وله كل شيء وأمرت أن أكون من المسلمين. പറയുക നബി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ വേണ്ടി നബിയോട് പറയാണ്, ഈ രാജ്യത്തെ അഥവാ മക്കയെ പവിത്രമാക്കി തീർത്ത, ഹറമാക്കി തീർത്ത ഇതിന്റെ റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അവന്റേതത്രേ. ഞാൻ കീഴ്പ്പെടുന്നവരുടെ മുസ്ലിമുകളുടെ കൂട്ടത്തിലായിരിക്കണമെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലോകരോട് പറയുക നബിയെ. നോക്കൂ, അവിടെ അല്ലാഹു ഉപയോഗിച്ചെന്തറിയോ? ഹറമഹ. അതിനല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു, ഹറമാക്കിയിരിക്കുന്നു. മക്ക മുഴുവനും പവിത്രമാണ്. മക്കയുമായി ബന്ധപ്പെട്ട ആദാബുകളൊക്കെ മക്കയിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പുസ്തക രൂപത്തിലും CD രൂപത്തിലും പല രീതിയിലും അവർക്ക് നൽകാറുണ്ട്. എത്രത്തോളം വെച്ചാല് മക്ക പവിത്രമായത് എന്നു മുതൽക്കാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ, പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ മക്കയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം തെരഞ്ഞെടുക്കുകയും പവിത്രമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. മക്ക അത്ര പവിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്ന ഹാദൽ ബലദ ഹറമഹു അല്ലാഹു യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമah. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഈ നാട് അഥവാ പരിശുദ്ധ മക്ക അല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ. എത്രത്തോളം? ഖിയാമത്ത് നാൾ വരേക്കും. എന്താ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? അന്ത്യനാൾ വരേക്കും, ഖിയാമത്ത് നാൾ വരേക്കും അത് പവിത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. രണ്ടാമതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മക്കയെ, പരിശുദ്ധ മക്കയെ സുരക്ഷിത കേന്ദ്രമാക്കിയിരിക്കുന്നു എന്നാണ്. സുരക്ഷിത കേന്ദ്രമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 125-ാമത്തെ ആയത്ത് നമ്മൾ ഓതി വെച്ചത് ആമുഖമായതാണ്. എന്താ ആയത്തിലുള്ളത്? വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തഹ്ഹിറ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. 3 കാര്യങ്ങൾ പ്രധാനമായി. ഒന്നാമത്തേത്, ആ കഅബയെ, ഭവനത്തെ ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാക്കിയിരിക്കുന്നു അല്ലാഹു തആല, മസാബത്തുൽ ലിന്നാസ്. രണ്ടാമത്തേത്, അംനൻ, ഒരു സുരക്ഷിത കേന്ദ്രവുമാക്കിയിരിക്കുന്നു. അതിൽ നിശ്ചയിച്ചതും ഓർക്കുക. അല്ലാഹു തആല നമ്മോട് സ്മരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട്
മൂന്നാമതായി പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന് പ്രാർത്ഥിച്ച ആ മഖാമു ഇബ്രാഹിമിനെ നിങ്ങളും നിസ്കാരത്തിന്റെ വേദിയായി സ്വീകരിക്കണം എന്നാണ്. നാലാമതായി ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് അല്ലാഹു തആല പറഞ്ഞത് ശിർക്കിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും നിന്ന് നിസ്കരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ ആ കഅബാലയത്തെ ശുദ്ധമാക്കി വെക്കണമെന്നാണ്. 4 കൽപ്പനകൾ. അതില് 1, 2 എന്താ? വഇദ് ജഅൽനൽ ബൈത മതാബതൻ ലിന്നാസി വഅംനാ. അല്ലാഹു തആല കഅബയെ ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നിശ്ചയിച്ചത് ഓർക്കുക എന്നാണ്. ആ ഒരു ആയത്തിന്റെ ആദ്യ ഭാഗത്തിൽ 2 കാര്യങ്ങളുണ്ട്. 1, മനുഷ്യർക്ക് മടക്കസ്ഥാനമാണ് കഅബ. 2, സുരക്ഷിതത്വം നൽകുന്നതാണ് കഅബ. വിശിഷ്യ കഅബയും കഅബയുടെ പരിസരത്തുള്ള മക്കയും. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? മസാബത്തൻ ലിന്നാസ്, ഐ മർജിഅൻ ലഹും, അവർക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം. എത്രത്തോളം? മജ്മഅൻ. ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയാണ്, ഇഖ്രിമ റഹിമഹുല്ലാഹ് പറയാണ്, മജ്മഅൻ, അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്ഥലം. എത്രത്തോളം? മഹാനായ മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഅതൂന ഇലൈഹി മിൻ കുല്ലി ജാനിബിൻ വയഹജ്ജൂൻ, അവർ എല്ലാ ഭാഗത്തു നിന്നും, ഇന്നത്തെ അവസ്ഥയിലും അങ്ങനെ തന്നെ, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതിന്റെ അടുക്കൽ വന്നിട്ട് ആ കഅബാലയത്തിലേക്ക് വന്നിട്ട് അവിടേക്ക് വന്നിട്ട് അവർ ഹജ്ജ് ചെയ്യുന്നു. മതാബത്തൻ ലിന്നാസ്. ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മുഫസ്സിറുകളുടെ വാക്ക് കടമെടുത്താൽ, കഅബ എന്ന് പറഞ്ഞാൽ നാം മനുഷ്യർക്ക് ഹൃദയബന്ധമുള്ള, തിരിച്ചു ചെല്ലാനുള്ള ഒരു ഇടമാക്കിയത് നിങ്ങൾ ഓർക്കുക എന്നാണ്. എത്രത്തോളം അറിയോ? അവിടെ നിന്ന് വിട്ടുപോന്നാലെല്ലാം എപ്പോഴൊക്കെ കഅബയെ കണ്ട് തിരിച്ചു പോരുന്നു അവനവന്റെ നാട്ടിലേക്ക്, വീണ്ടും വീണ്ടും അവർ അവിടേക്ക് തിരിച്ചു ചെല്ലുന്നു. തിരിച്ചു ചെല്ലാനുള്ള ഒരു വല്ലാത്ത തഅല്ലുഖ്, ഒരു ബന്ധം ആ കഅബക്ക് മനുഷ്യരേറ്റുണ്ട്. ഈ ലോകത്ത് പോയാൽ പിന്നെയും പോണെന്ന് തോന്നുന്ന ഒരൊറ്റ സ്ഥലം വിശ്വാസികളുടെ ഏതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയാണ്. ചെല്ലുന്നവരെല്ലാം പറയും, ഇപ്രാവശ്യം ഹജ്ജിന് പോയവരോട് ചോദിക്കും, നിങ്ങൾ ആഗ്രഹം എന്താണ്? അവര് പറയും, അടുത്ത കൊല്ലം പോകണം, വീണ്ടും കഅബ കാണണം. അതാണ് മസാബത്തൽ ലിന്നാസ്. ജനങ്ങൾ സമ്മേളിക്കുന്നു പറഞ്ഞതാണ്. അവരുടെ ഖൽബ് എപ്പോഴും അവിടേക്കാണ്. ഒരിക്കൽ പോയവന്റെ ഖൽബ് വീണ്ടും അവിടേക്കാണ്. ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിപ്പോരാൻ നമ്മൾ ആഗ്രഹിക്കും. അവനവന്റെ സ്ഥാപനത്തിന് ഇറങ്ങിപ്പോരാൻ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെന്ന് പറയുന്നിടന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നും. പക്ഷേ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മരണം വരെ എത്രത്തോളം അറിയോ ആളുകൾ ആഗ്രഹിക്കുന്നു, അവിടെ നിന്ന് മരിച്ചെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതേതാ? അതാണ് മസാബത്തുൽ ലിന്നാസ്. അല്ലാഹു അക്ബർ കബീറ. അല്ലാഹു സന്ദർശിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം അംനൻ, നിർഭയത്വമാക്കിയിരിക്കുന്നതാണ്. നിർഭയത്വമുള്ള കേന്ദ്രം. അതിനെ, ആ കഅബയെ, അതിന്റെ പരിസരത്തുള്ളതിനെ, വിശുദ്ധ മക്കയെ നാം അവർക്ക് നേരെ അക്രമങ്ങളൊന്നും ഉണ്ടാകാത്ത വിധം അതിന് നിർഭയത്വമുള്ളതാക്കിയതാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ 97-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം അറിയോ? വമൻ ദഖലഹു കാന ആമിനാ, വമൻ ദഖലഹു കാന ആമിനാ, ആര് ആ മക്കയിൽ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണെന്നാണ്. വഖൗലുഹു വമൻ ദഖലഹു കാന ആമിനാ, ആര് മക്കയിൽ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ് എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഹസനുൽ ബസ്രിയും റഹിമഹുമുല്ലാഹ് അതുപോലുള്ള അഹ്ലുസുന്നയും പഠിപ്പിക്കുന്നതറിയോ? യഅനി ഹറമു മക്ക, മക്കയിൽ പ്രവേശിക്കുന്നവർ, പരിശുദ്ധമായ ഹറമിൽ പ്രവേശിക്കുന്നവർ, ഇദാ ദഖലഹുൽ ഖായിഫു യഅമനു മിൻ കുല്ലി സൂ, ഭയമുള്ളവരാൾ, പേടിയുള്ളവരാൾ ആ മക്കയിൽ പ്രവേശിച്ചാൽ എല്ലാ ദൂഷ്യത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും അയാൾ സുരക്ഷിതനാകും. അഥവാ അവന് നേരെ വരുന്ന ആപത്തുകൾ, ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിർഭയനാകും. വകദാലിക കാന അംറു ഫീ ഹാലിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ പോലും മക്ക അങ്ങനെയായിരുന്നു, കഅബ അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് കഅബയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുമ്പോ ജാഹിലിയത്തിൽ പോലും അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ജാഹിലിയത്തിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു, കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ മുഴുവനും അവിടെ ഉണ്ട്, ഉടനെ കൊല്ലും. സ്വാഭാവികമാണ്, അന്നത്തെ ഒരു രീതി ഇതാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നത് അവർ സ്വീകരിച്ച രീതിയാണ്. എന്നാൽ കൊന്നവൻ അവൻ സൂഫ്, കട്ടിയുള്ള ഒരു കമ്പിളി വസ്ത്രം ധരിച്ച് അവൻ ഹറമിലേക്ക് പ്രവേശിക്കുന്നു.
ആ പ്രവേശിക്കുന്നവനെ ഹറമിൽ കാണുന്നു കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ, മക്കൾ, കുടുംബക്കാർ. പക്ഷേ ഒരു ചെറുവിരൽ പോലും ഒരു പൊന്തിക്കൂൽ അവർക്ക് നേരെ. കാരണം എന്താ? ഹറമാണ്, പരിശുദ്ധമാണ്. എത്രത്തോളം അറിയോ? അയാൾ എന്ന് ഹറമിൽ നിന്ന് പുറത്തിറങ്ങുന്നുവോ അന്നേ ഇവര് തിരിച്ചയാൾ ഉപദ്രവിക്കുള്ളൂ. അപ്പോ അയാൾ കാലാകാലം അവിടെ കിടന്നാൽ അയാൾക്ക് കാലാകാലം നിർഭയനായി ജീവിക്കാൻ മാത്രം. ജാഹിലിയത്തിൽ പോലും മക്കയും മക്കയിലുള്ളതും പരിശുദ്ധമാണ്, ഇസ്ലാമിൽ പ്രത്യേകിച്ചു അത്രയും നിർഭയത്വമാണ്. وقال ابن ابي حاتم അദ്ദേഹത്തിന്റെ തഫ്സീർ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈറിനെ തൊട്ട് അൻ ഇബ്നു അബ്ബാസ് ഫി ഖൗലിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വമൻ ദഖലഹു കാന ആമിന, ആര് മക്കയിൽ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനാകുമെന്ന് പറഞ്ഞാൽ, മൻ ആദ ബിൽ ബൈത്തി ആദഹു അൽ ബൈത്ത്, ആരെങ്കിലും കഅബയിൽ അഭയം തേടിയാൽ കഅബ അവൻ അഭയം നൽകും. വലാകിൻ, ആര് പക്ഷേ ഈ കഅബയിൽ അഭയം തേടിയാൽ അയാൾ ആരാണ്? ലാ യുഅവ വലാ യുത്അമ വലാ യുസ്ഖ, അവൻ മറ്റൊരാൾക്കും അഭയം നൽകാത്തവനാണെങ്കിൽ പോലും, അവൻ മറ്റൊരാൾക്ക് ഭക്ഷണം നൽകാത്തവനാണെങ്കിൽ പോലും, അവൻ മറ്റൊരാൾക്ക് കുടിക്കാൻ വെള്ളം നൽകാത്തവനാണെങ്കിൽ പോലും അവന് ഭക്ഷണവും നിർഭയത്വവും വെള്ളവും ആര് നൽകും? ഈ കഅബ നൽകുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. അത്രയും പരിശുദ്ധമാണ്. അവിടെ ആലോചിച്ച് നോക്കി, ഒരിക്കലെങ്കിലും നമുക്ക് തോന്നിയോ ഒരിക്കലെങ്കിലും ഒന്ന് പോണം, പണം ചെലവാക്കിയിട്ടൊന്ന് പോണമെന്ന്, പണം ചെലവാക്കിയിട്ടൊന്ന് പോകണമെന്ന് തോന്നിയോ ഇത്രയും നിർഭയത്വമുള്ള ഒരു മണ്ണിലേക്ക്? എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഇനി ഈ പറഞ്ഞ വ്യക്തി ആ കഅബയിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അയാൾ വീണ്ടും പഴയതിൽ തന്നെയാണ്. അയാൾ ആർക്കും തിന്നാൻ കൊടുക്കൂല, കുടിക്കാൻ കൊടുക്കൂല, അഭയം നൽകൂല. പക്ഷെ അയാൾ കഅബയിലേക്ക് ചെന്നാലോ കഅബയും കഅബയിലുള്ളതും അയാൾക്ക് ഇതെല്ലാം നൽകുമെന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ഇതാണ് പ്രിയമുള്ളവരെ നിർഭയത്വം എന്ന് പറഞ്ഞത്. കഅബ അത്തരക്കാർക്ക് പോലും ഒരു ഷെൽട്ടറാണ്, ഒരു തണലാണ് എന്നർത്ഥം. അല്ലാഹു അക്ബർ കബീറ. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കുന്നത്? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا, എന്റെ റബ്ബേ നീ ഒരു നാടിനെ, ഈ മണ്ണിനെ ഒരു നിർഭയമായ നാടാക്കണമേ, നിർഭയത്വമുള്ളതാക്കണമേ. ഇതാരോടാ? അള്ളാഹു മുഹമ്മദ് നബിയോട് പറയാം. തഫ്സീറിൽ കാണാം, മുഹമ്മദ് നബിയെ ഓർക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം എന്താണത്? എന്റെ റബ്ബേ നീ മക്കയെ ഒരാളും ഉപദ്രവിക്കപ്പെടാത്ത നിർഭയത്വത്തിന്റെ നാടാക്കണമേ. ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹത്തുക്കൾ പറയാണ്, പണ്ഡിതന്മാർ വിശദീകരിക്കണം തഫ്സീർ, ഹാദാ ദുആഉൻ ദഅാ ബിഹി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ഫസ്തജാബ ലഹു ദുആഅഹു ഫജഅലഹു ബലദൻ ആമിനൻ, അദ്ദേഹത്തിന്റെ ദുആഇന് ഉത്തരം ലഭിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കയെ ഒരു സുരക്ഷിത രാജ്യമാക്കിനാണ്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും പറഞ്ഞു. 29 അധ്യായം സൂറത്ത് അൻകബൂത്തിന്റെ 67 പറഞ്ഞു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു അന്നാസു മിൻ ഹൗലിഹിം, നിർഭയമായ സുരക്ഷിതമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നവർ കണ്ടില്ലേ? അവരുടെ ചുറ്റുഭാഗത്തു നിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഈ കഅബാലയത്തിന്റെ സംരക്ഷകർ ഖുറൈശികളായിരുന്നു, അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലായിരുന്നു. ഒരുപാട് നിഅമത്തുകൾ അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതാണ് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ നിഅമത്താണത്. എന്താണ് നിഅമത്ത്? അവിടെ നിർഭയത്വമുണ്ട് എന്നതാണ്, അവിടെ സംരക്ഷണമുണ്ട് എന്നതാണ്, അതൊരു തണലാണ് എന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്രത്തോളം ജാഹിലിയത്തിലും ശേഷം ഇസ്ലാമിലും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും മക്കയെ നിർഭയത്വമുള്ള മണ്ണാക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആ മണ്ണിലേക്ക് ഒരിക്കലെങ്കിലും പോണം നമുക്ക് തോന്നിയോ? പോയ ആളുകൾക്ക് വീണ്ടും വീണ്ടും കൽബങ്ങോട്ട് ഒരു ബന്ധമുണ്ടായോ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, അള്ളാന്റെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്കിഷ്ടം അവിടെയാണ്, എനിക്കിഷ്ടം ഇവിടെയാണ്, എനിക്ക് എന്റെ ബാപ്പാന്റെ പോലെ നാടാ ഇഷ്ടം, അല്ല എന്റെ ഉമ്മാന്റെ നാടാ ഇഷ്ടം, അല്ല ഇന്ന പ്രദേശം ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നാലേ നിങ്ങൾ ആരെങ്കിലും അള്ളാന്റെ ഇഷ്ടത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരൊറ്റ മണ്ണേ ദുനിയാവിലുള്ളൂ, അത് പരിശുദ്ധ മക്കയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് അത് പരിശുദ്ധ മക്കയാണ്. ഞാൻ പറഞ്ഞല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എവിടെ അറിയോ? ഹിജറക്കൊരുങ്ങിയിട്ടാണ്. ഹിജറ പോകുന്ന നബി
മദീനയിലേക്ക് ഹിജ്റ പോകുന്ന നബി തിരിഞ്ഞു നിന്നിട്ട് മക്കയെ നോക്കിയിട്ട് പറയുന്ന ഒരു ഹൃദയവാചകമാണത്. ഖൽബിൽ നിന്ന് പുറത്തു വരുന്നൊരു വാക്ക്. എന്താ വാക്കെന്നറിയോ? വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ്, ഇന്നകി ലഖൈറു അർളില്ലാ, നിശ്ചയമായും നീ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു മണ്ണാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ്, നാടാണ്. വലൗലാ ഇന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, അള്ളാഹിനെ തന്നെയാണ്, ഇവരെന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മക്കയെ നിന്നെ വിട്ടു പോകുമായിരുന്നു. വ്യത്യസ്ത റിവായത്തുകളില് ഇമാം അഹ്മദും ഇബ്നു മാജയും തിർമിദിയും ഒക്കെ സ്വഹീഹായ സനദോടുകൂടി തിരിച്ച ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് മക്കയാണ്. പ്രിയമുള്ളവര്, നമുക്കോ ചില ആളുകളൊക്കെ രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഗീർവാണ പ്രസംഗങ്ങളുണ്ട്. വളരെ മോശമായ ചില സംസാരങ്ങൾ. അവര് പറയും സ്വന്തം നാട് തന്നെയാണ് പരമപ്രധാനം ഒക്കെ. ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മണ്ണ് ഏതാണ്? അതൊരു വിശ്വാസിക്ക് പരമപ്രധാനമാണ് മറ്റെല്ലാറ്റിനെക്കാളും. അതും ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു നോക്കേണ്ട പ്രധാനപ്പെട്ട മേഖല. അതുപോലെ പവിത്രമായ നിർഭയത്വമുള്ള ഈ രാജ്യത്തെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്ത വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. എത്ര സ്ഥലത്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഏതാണ് ബലദ്? മക്കയാണ്. അതുപോലെ വഹാദൽ ബലദിൽ അമീൻ, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് 95-ാം അധ്യായം. ഈ നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. ഏതാണത്? യഅനി മക്ക. ഖാലഹു ഇബ്നു അബ്ബാസ് വമുജാഹിദ് വഇക്രിമത്ത് വൽഹസൻ, അതുപോലെ ഇബ്രാഹിം അൻ-നഖഈ വഇബ്നു സൈദ് വകഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹും വറഹിമഹുമുല്ലാഹു റഹ്മതൻ വാസിഅ. അഹ്ലുസ് സുന്നയുടെ മുഫസ്സിർ ഒക്കെ പഠിപ്പിച്ചത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണെന്ന്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല മക്കയെ പിടിച്ച് സത്യം ചെയ്യാണ്. എന്താണെന്നറിയോ? മക്കയിൽ താമസിക്കുമ്പോഴും അവിടെ സന്ദർശിക്കുമ്പോഴുമെല്ലാം ആ നാടിന്റെ പവിത്രതയെ, ഹുർമത്തിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രത്യേകത പ്രിയമുള്ളവരെ, ഒന്നും രണ്ടുമല്ല, ധാരാളക്കണക്കിന് പ്രത്യേകതകൾ. പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്നാമത്തേത് ഹജറുൽ അസ്വദ് പോലെ, മഖാമു ഇബ്രാഹിം പോലെ, സഫാ മർവ പോലെ, അതുപോലെ സംസം പോലെ, ഹജ്ജിന്റെയും ഉംറയുടെയും കേന്ദ്രമായതടക്കം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ മക്കൾക്ക്. എത്രത്തോളം ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച സ്ഥലമാണ് മക്ക. ഉപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇടയ്ക്കിടെ അല്ലാഹുവിന്റെ വഹയുമായി ഇറങ്ങി വന്നിരുന്ന സ്ഥലമാണ് വിശുദ്ധ മക്ക. ഇവിടെയാണ് പ്രിയമുള്ളവരെ അന്തിമ വേദഗ്രന്ഥമായ നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വല്ലാത്ത വാക്കുണ്ട് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ. നിശ്ചയമായും ഇസ്ലാമിന്റെ തുടക്കം അവിരിജത്വത്തിലാണ്. അതിലേക്ക് തന്നെ അത് മടങ്ങും. അത് 2 പള്ളികൾക്കിടയിൽ ചെന്നു ചേരും. എങ്ങനെയോ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചെല്ലുന്നത് പോലെ ഈമാൻ അഭയം തേടുന്ന മണ്ണാണ് പരിശുദ്ധ മക്ക. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കെങ്കിലും അത് വീണ്ടും വീണ്ടും കാണണം, പോകണം എന്നൊരു താല്പര്യം ഉണ്ടായോ? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെയാണ് പ്രിയമുള്ളവരെ, അവിടെയാണ് ഈ കേരളീയരായ നമ്മളെ മുഴുവനും പ്രതിനിധീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഹാജിമാര് കടന്നു ചെല്ലുന്നത്. എങ്ങനെ? ഉച്ചത്തിൽ തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട്. ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, എല്ലാം കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ല ബിത്തൗഹീദ്, തൗഹീദിന്റെ വാചകം മുഖത്തെ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളീയരായ ഹാജിമാര് പോലും കടന്നു ചെല്ലുന്നത് ഈ വിശുദ്ധമായ മണ്ണിലേക്കാണ്. അല്ലാഹു അക്ബർ. എങ്ങനെ? കണ്ണ് നനയുന്നവരായി, നെഞ്ചകം, ഖൽബ്, റൂഹ് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ വിശാലമായവരായി. കാരണം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വീട്ടിൽ നിന്ന് കിട്ടാത്തത്, ഇണയിൽ നിന്ന് കിട്ടാത്തത്, മക്കളിൽ നിന്ന് കിട്ടാത്തത്, നാട്ടിൽ നിന്ന് കിട്ടാത്തത് അല്ലാഹു ഒരുക്കി വെച്ച ഒരു നാട്ടിൽ
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുള്ള ആ ദിക്റിനാൽ ഹൃദയം വിശാലമായി. എത്രത്തോളം അറിയും? സ്വത്വബോധവും സ്വതന്ത്ര ചിന്തയും നിറഞ്ഞവരായി മാറാനാകുന്ന നിമിഷങ്ങൾ. അടിമവേല ചെയ്യുന്ന നാടുണ്ടായിരുന്നു, അടിമവേല ചെയ്യുന്ന നാട്. മറ്റുള്ളവരാൽ ചമ്മട്ടിപ്രഹരങ്ങൾക്ക് വിധേയമാകുന്ന മണ്ണുണ്ട് ഇന്നും. ആ മണ്ണിൽ നിന്നൊക്കെ പ്രതിനിധികൾ, ഫലസ്തീനിന്റെ പ്രതിനിധികൾ, സിറിയയുടെ പ്രതിനിധികൾ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവർ അവരുടെ സങ്കടം, നാടിന്റെ സങ്കടം, മണ്ണിന്റെ സങ്കടം മുഴുവൻ പറയാൻ തെരഞ്ഞെടുക്കുന്ന അള്ളാന്റെ ഭൂമി. അതാണ് ബലദു മക്ക. അള്ളാഹു സഹായിച്ചിട്ട് നമുക്കും അവിടേക്ക് പോകാനാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരിശുദ്ധ കഅബാലയും മസ്ജിദുൽ ഹറാമും പരിസരത്തുള്ള അള്ളാഹുവിന്റെ ശിആറുകളും മുഴുവനും നിലനിൽക്കുന്ന മണ്ണിൽ ഇടയ്ക്കിടെ സന്ദർശിക്കാനും അല്ല അള്ളാഹു തൗഫീഖ് ചെയ്താൽ സ്ഥിരം താമസിക്കാനൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ഈ അനുഭൂതികളെല്ലാം നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിച്ചോ ഈ ഒരു മക്കയിലെത്താൻ? നമ്മൾ പ്രവർത്തിച്ചോ അതിനുവേണ്ടി? അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയോ? എന്താ അവസരം എന്നറിയോ? ആ പരിശുദ്ധ ഹറമിൽ ഒരു വഖത്ത് കിട്ടാൻ, ഒരു വഖത്ത് നിസ്കരിക്കാൻ. എന്താ ഒരു വഖത്ത് നിസ്കാരത്തിന് പറ്റില്ലയോ? 1,00,000 പ്രതിഫല, 1,00,000 ഒരു പുരുഷായുസ് ഇവിടെ ജീവിച്ച കിട്ടാത്താണ് അള്ളാഹു തആല ഒരുക്കി വെച്ചത്. നമ്മൾ ആഗ്രഹിക്കണം, പറയുന്നത് ആഗ്രഹിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം, പണിയെടുക്കുകയും വേണം, റബ്ബിനോട് നിരന്തരം ആവശ്യപ്പെടണം. ജമാഅത്തായിട്ട് 10 15 അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിസ്കരിക്കാനാകാന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് നമ്മൾ ധൃതി കാണിക്കണം. വിശിഷ്യ ഹജ്ജിനും ഉംറക്കും നമ്മൾ ധൃതി കാണിക്കണം. ഹജ്ജിനും ഉംറക്കും വേണ്ടി നമ്മൾ ധൃതി കാണിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ. സുനൻ അബൂ ദാവൂദിൽ 1732 നമ്പർ ഹദീസാണ്. ശറഹിൽ കാണാം, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സമ്പത്തുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും അനുകൂലമായാൽ അത് നിർവഹിക്കാൻ തിടുക്കം കാണിക്കണം, പിന്നെ മാറ്റിവെക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ധാരാളം കണക്കിന് ഹദീസുകൾ കാണാൻ പറ്റും. അതിലൊന്ന് ഒരു അത്തർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ തൊട്ടാണ് ഇമാം അഹ്മദ് ഉദ്ധരിക്കണം. അദ്ദേഹം പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ്. ക്ഷമിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ്. നിങ്ങൾ ഫർളായ യഅനി അൽ ഫരീള, ഫർളായ ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധം കാണിക്കണം, ധൃതി കാണിക്കണം. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു. കാരണം നിങ്ങളിൽ ഒരുത്തന് എന്തൊക്കെ തടസ്സം ഉണ്ടാകാന്ന് പറയാൻ പറ്റില്ല, അറിയില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയണം അറിയോ, ഹദീസിന് സൂചിപ്പിക്കുന്ന തടസ്സം എന്തറിയോ? ശരിക്കും എല്ലാവരും ഗൗരവത്തിൽ കാണണം. എന്താന്ന് വെച്ചാല് രോഗം വരാം. ഒരു പക്ഷെ സമ്പത്തും ആരോഗ്യം എല്ലാം ഉണ്ടായിട്ടും ഹജ്ജ് കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ, ഉംറക്ക് പോകാൻ എപ്പോഴും തടസ്സം ഉണ്ടെങ്കിൽ രോഗം വരാം, ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, മറ്റ് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാം, കുടുംബജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ മുസീബത്തും മരണം വരെ വരാം. അതിനാൽ ഹജ്ജിന് കഴിവുള്ള ആൾക്കാർ അല്ല, ഉംറക്കും കഴിവുള്ള ആളുകൾ അത് അനാവശ്യമായി താമസിപ്പിക്കരുത് എന്നതാണ് ഈ ഹദീസിന്റെ കാശം. അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ വേണം. എന്തായിരുന്നു സലഫുകളുടെ നിലപാടെന്നറിയോ? അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്നറിയോ? പൂർവികരുടെ നിലപാടെന്നറിയോ? സ്വർഗത്തിന്റെ അഹലുകാരാണെന്ന് പറയുന്ന സഹാബത്തിന്റെ കാഴ്ചപ്പാടെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ലിയമുത് യഹൂദിയൻ ഔ നസറാനിയൻ റജുലുൻ മാത വലം യഹുജ്ജ വജദ ലിദാലിക സഅതൻ വഖുല്ലിയത സബീലു ലി ലാ ഹിജ്ജത്തുൻ അഹ്ജുഹാ വഅന ളറൂറ അഹബ്ബു ഇലയ്യ മിൻ 6 ഗസവാത്തിൻ ഔ 7. കഴിവുണ്ട്, ശാരീരികമായ കഴിവുണ്ട്, സാമ്പത്തിക കഴിവുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. എന്നിട്ടും മറ്റ് തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടും ഹജ്ജ് നിർവഹിക്കാതെ മരിച്ചവൻ യഹൂദിയോ നസ്രാനിയോ ആയി മരിക്കട്ടെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഞാൻ പറഞ്ഞല്ല, ഖത്തീബ് പറഞ്ഞല്ല, വലിയ ഖത്തീബായ ഉമർ ഖത്താബ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, 7 or 8 യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ, ആ ജിഹാദിൽ പങ്കെടുക്കുന്നതിനേക്കാൾ
എനിക്കിഷ്ടം നിർബന്ധമായ ഒരു ഹജ്ജ് നിർവഹിക്കുന്നതാണെന്നാണ്. അവിടെ ആലോചിച്ചപ്പോൾ അതിന് എത്ര ഗൗരവമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ് ആയിഷ ബീവി ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായ ജിഹാദ് ഹജ്ജാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ആയിഷ ബീവിയുടെ റസൂലുള്ള പറയാം, സ്ത്രീകളെ നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായ ജിഹാദ് അത് ഹജ്ജാണെന്ന്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രമുഖ താബിഈയായ അസ്വദ് ഇബ്നു യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് തന്റെ അയൽവാസിയോട് പറയാണ്, ആരാ അയൽവാസി? പൈസക്കാരനാണ്, സമ്പത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പറയാണ്, ലൗ മിത്ത, ശരിക്കും ശ്രദ്ധിക്കണം, ലൗ മിത്ത വലം തഹുജ്ജ ലം ഉസല്ലി അലൈക, ഹജ്ജ് ചെയ്യാതെയാണ് നിങ്ങൾ മരിക്കണമെങ്കിൽ നിങ്ങളെ മേലെ ഞാൻ ഒരിക്കലും നിങ്ങളെ മയ്യത്ത് നിസ്കരിക്കൂല. നിങ്ങൾ മനസ്സിലാവണ്ട നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടോ? പണമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ കാലതാമസം നേരിടുന്നവരോട് പറയാണ്, നീ ഇങ്ങനെ എങ്ങാനും മരിച്ചാല് നിന്റെ മയ്യത്തെ നിസ്കരിക്കൂല. ആരാ പറഞ്ഞത്? അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്ത് നിന്ന് ദീന് പഠിച്ച മഹാത്മാ. എത്രത്തോളം വെച്ചാല് മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ ഒരു മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയോ, മാത വഹുവ ലില്ലാഹി ആസിൻ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ എത്ര ഗൗരവമാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലൗ കാന ലീ ജാറുൻ മൂസിറുൻ ثم مات ولم يحج لم ഉസല്ലി അലൈഹി, ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ട ധനികനായ അയൽവാസി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവന് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. മുസന്നഫ് ഇബ്നു അബീ ശൈബ ഹദീസ് അത്തറുകൾ സ്വീകാര്യോഗ്യമാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച് പ്രിയപ്പെട്ടവരെ